നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനാ സിലബസ് ഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ പഠിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കേണ്ടത് ആമുഖം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഭരണഘടനയുടെ ആമുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യമുള്ളതാണ്. ചോദ്യം എന്ന് പറയുമ്പോൾ അത് PSC പരീക്ഷ മാത്രമല്ല, നിങ്ങൾ UPSC പരീക്ഷ എഴുതിയാലും SSC പരീക്ഷ എഴുതിയാലും RRB പരീക്ഷ എഴുതിയാലും ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷ എഴുതിയാലും അവിടെയൊക്കെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭാഗം. അതുകൊണ്ട് അത് നല്ല രീതിയിൽ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ ഇത്തിരി ലെങ്ത് കൂടുതൽ കാണും, പക്ഷേ ക്ഷമയോടുകൂടി അത് കേട്ടിരുന്നതിൽ നിങ്ങൾക്ക് ആ ഭാഗത്തുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളെല്ലാം, അതായത് ഞാനിപ്പോൾ ക്ലാസ്സിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകം, ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഞാൻ എന്തൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നുവോ അതെല്ലാം ഈ പറഞ്ഞ പുസ്തകത്തിനുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഈ പുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളടുത്ത് സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതി എടുക്കേണ്ട കാര്യമില്ല. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ നോട്ടിൻ്റെ തപ്പിപ്പോകേണ്ട കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോകണ്ട, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ഇതൊരു A5 സൈസിലുള്ള പുസ്തകമാണ്. ഒരു ചെറിയ പുസ്തകമാണ്. A5 സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാങ്ക് ഫയൽ സൈസ് അല്ല, അതിലും ചെറിയ ഒരു സൈസാണ്. ആ ചെറിയ സൈസിലുള്ള ഒരു പുസ്തകമാണ്. ആകെ 152 പേജാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് PSC പരീക്ഷയ്ക്ക് പോയാലും അതിനകത്ത് സിലബസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വർത്തായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന് 120 രൂപ മാത്രമേ വിലയുള്ളൂ. അതായത് ആർക്കും സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു പ്രൈസാണ്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുണ്ട് എങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. മറ്റു ചില പുസ്തകങ്ങളും ഇതുപോലെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഒരു കാരണവശാലും QR കോഡ് വഴിയോ ഏതെങ്കിലും മൊബൈൽ നമ്പറിലോട്ടോ നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ പേയ്മെൻറ്റ് ചെയ്യരുത്. പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമിക്ക് ഒരു UPI ID ഉണ്ട്. അത് QR.ASTHA-Academy, അക്കാഡമിയുടെ AC QR.ASTHA@SIB എന്നുള്ളതാണ്. ആസ്ഥ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 A ഉണ്ട്, തുടക്കത്തിൽ 2 A ഉണ്ട് എന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ YouTube ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈ ഭാഗത്ത് അറിയാം അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? അത് അമേരിക്കയോടാണ് അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് കടപ്പാട് അമേരിക്കയോടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലോകത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആദ്യത്തെ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയും ഏത് തന്നെയാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 3 പോയിന്റുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, അതിന് കടപ്പാട് അമേരിക്കൻ ഭരണഘടനയോടാണ്. ലോകത്തിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആദ്യത്തെ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന അതും അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടന ഇന്ത്യയുടേതുപോലെ എങ്ങനെയുള്ളതാണ്? ലിഖിത ഭരണഘടനയാണ്. ഇനി ഒരു പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ലോകത്ത് ആദ്യമായിട്ട് ഭരണഘടനയിൽ ആമുഖം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിലാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? അമേരിക്കൻ ഭരണഘടനയിലാണ് അല്ലെ? ആദ്യമായിട്ട് ഭരണഘടനയിൽ ആമുഖം ഉൾക്കൊള്ളിക്കപ്പെട്ടത് ഏത് ഭരണഘടനയിലാണ് എന്ന് ചോദിച്ചാൽ US ഭരണഘടനയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്നാൽ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റുകളാണ്, പക്ഷേ പരീക്ഷ ഹാളിനകത്ത് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ആമുഖത്തിൻ്റെ ശില്പി, ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്?
ജവഹർലാൽ നെഹ്റുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള ടോപ്പിക്ക് പഠിച്ചിരുന്നു. അവിടെ നമ്മൾ 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് നെഹ്റുവാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം എന്ന് വിവരിച്ചുകൊണ്ട് നെഹ്റു അവതരിപ്പിച്ച പ്രമേയമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം. പിന്നീട് അത് 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സമിതി പാസാക്കി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യപ്രമേയത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്ന ആശയങ്ങൾ അതിൻ്റെ സംക്ഷിപ്തമായിട്ടാണ് പിന്നീട് നെഹ്റു എന്തെഴുതിയത്, ആമുഖം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള തത്വചിന്തകൾ ഏതിൽ നിന്നെടുത്തതാണ് എന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 13 നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു വലിയ ആശയമാണ് ആമുഖത്തിലൂടെ പറയുന്നത്. അതായത് 395 വകുപ്പുകളിലായിട്ട് അന്ന് ഈ പറഞ്ഞ 22 പാർട്ടുകളിലായിട്ട് 8 ഷെഡ്യൂളുകളിലായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഭരണഘടന ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത്രയുമാണ് അല്ലേ. ആ ഭരണഘടനയ്ക്കകത്തുള്ള കാര്യങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിപാദിക്കുന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര വാക്കുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 73 വാക്കുകളാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര വാക്കുകളുണ്ട്? 73 വാക്കുകളുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലാക്കുക എന്നുള്ളതിലുപരി അത് കുറച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം, കാണാതെ പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം ആമുഖത്തെ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം അഥവാ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് KM മുൻഷിയാണ്. ആരാണ്? KM മുൻഷി അല്ലെ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംബേദ്കർ ഉൾപ്പെടെ 7 അംഗങ്ങളുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അതിലൊരു അംഗമായിരുന്നു KM മുൻഷി. ആ KM മുൻഷി ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്നാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വയ്ക്കണം. അതുപോലെ ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ രത്നം, ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാര് എന്ന് ചോദിച്ചാൽ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താക്കൂർ ദാസ് ഭാർഗവ്. ആരാണ്? താക്കൂർ ദാസ് ഭാർഗവ് അല്ലെ. എങ്ങനെയാണ് പറഞ്ഞത്? ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ രത്നം, ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർ ദാസ് ഭാർഗവ് അല്ലെ. ഭരണഘടന എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായ വഴി അതിൻ്റെ ആമുഖം എന്ത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആമുഖം മനസ്സിലാക്കുന്നതിലൂടെ ഈ ഭരണഘടന എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഭരണഘടനയുടെ ആത്മാവാണ്, ഭരണഘടനയുടെ രത്നമാണ്, ഭരണഘടനയിലേക്കുള്ള താക്കോലാണ് ഏത്? ഈ പറഞ്ഞ ആമുഖം എന്ന് പറഞ്ഞത് താക്കൂർ ദാസ് ഭാർഗവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ച ആരും ചോദിച്ചാൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു നിയമജ്ഞൻ ആരാണ്? NA പൽക്കിവാല അല്ലെ. ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ID കാർഡ്, ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരും ചോദിച്ചാൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ജൂറിസ്റ്റാണ് ആര്? NA പൽക്കിവാല. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം, അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കീനോട്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ കീനോട്ട് അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നച്ചുരുക്കമാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നച്ചുരുക്കം, കീനോട്ട് എന്ന വാക്കിന് രത്നച്ചുരുക്കം അല്ലെങ്കിൽ സംക്ഷിപ്തം എന്നാണ് അർത്ഥം. പലരും ഈ വാക്കിനെ താക്കോൽ എന്ന് തെറ്റിദ്ധരിച്ച് വേറെ ഉത്തരങ്ങൾ പറയാറുണ്ട്. കീനോട്ട് എന്ന് പറഞ്ഞാൽ രത്നച്ചുരുക്കം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ കീനോട്ടാണ് പ്രിയാമ്പിൾ, ആമുഖം എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിച്ചാൽ
ഏണസ്റ്റ് ബാർക്കർ ആണ്. ആരാണ്? ഏണസ്റ്റ് ബാർക്കർ. അപ്പോൾ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ കീനോട്ട്, രത്ന ചുരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് ബാർക്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രത്നം എന്ന് വിശേഷിപ്പിച്ചത്, രത്നം എന്ന് വിശേഷിപ്പിച്ച ആരെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, താക്കൂർ ദാസ് ഭാർഗവാണ്. പക്ഷേ ഈ പറഞ്ഞ കീനോട്ട്, രത്ന ചുരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. അപ്പൊ അവിടെ ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു മാർക്ക് പോകും. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഉദ്ധരണിയാണ്. ദീർഘനാളായുള്ള ഭാരതീയരുടെ സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നതൊക്കെ കാലങ്ങളായിട്ട് ഈ പറഞ്ഞ നാട്ടിലെ ആൾക്കാർ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. നമ്മൾ കുറേ കാലം ഈ പറഞ്ഞ കോളനി വാഴ്ചയിൽ കഴിഞ്ഞവരാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭാരതം, അവിടെ ഈ പറഞ്ഞ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ തന്നെ ഈ പറഞ്ഞ തിരഞ്ഞെടുത്ത ഒരു സംവിധാനത്തിൽ ജീവിക്കാനുള്ള അവകാശം, അല്ലെ, അതൊക്കെ സ്വപ്നം കണ്ടിരുന്നവരാണ്. അപ്പം അങ്ങനെ ദീർഘനാളായുള്ള ഭാരതീയരുടെ സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞതാര് എന്ന് ചോദിച്ചാൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആര് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംബേദ്കർ ഉൾപ്പെടെ 7 പേരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു, ഒരു അംഗമായിരുന്നു ആര്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അപ്പോൾ ദീർഘനാളായുള്ള ഭാരതീയരുടെ സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് നമ്മുടെ ആമുഖം എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം, ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നെഹ്റുവാണ്. ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റുവാണ്. അപ്പം അത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തെ ഉപമിച്ചത് ആരാണ്? അമേരിക്കൻ എന്താണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം? നിങ്ങൾക്കറിയാം, അമേരിക്കൻ വിപ്ലവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അല്ലെ, 1776 തോമസ് ജെഫേഴ്സൺ എഴുതി തയ്യാറാക്കിയ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഉപമിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ള, അല്ലെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ് ജസ്റ്റിസ് ഹിദായത്തുള്ള. കുറച്ചു കാലം ഇന്ത്യയുടെ ആക്ടിംഗ് രാഷ്ട്രപതിയായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ആര്? ജസ്റ്റിസ് ഹിദായത്തുള്ള. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് ഉപമിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചില പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട്. മറ്റതെല്ലാം ഈ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് മാച്ച് ദി ഫോളോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോഡികൾ തന്നിരിക്കും, അതിൽ ശരിയായ ജോഡി ഏത്, തെറ്റായ ജോഡി ഏത് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ പ്രസ്താവന രീതിയിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന ശരിയാണോ? നിലവിലത്തെ സാഹചര്യത്തിൽ ആ പ്രസ്താവന തെറ്റാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. ഈ ആമുഖം ഉണ്ടായ കാലം മുതലുള്ള ഒരു നിയമപ്രശ്നമാണ്. കോടതികളിൽ ഒരുപാട് വ്യവഹാരങ്ങൾ നടന്നതാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ? ഒരിക്കൽ സുപ്രീം കോടതി ഒരു കേസിൽ, ആ കേസ് എന്ന് പറയുന്നത് ബറുബാരി എന്ന് പറയുന്ന കേസാണ്. വളരെ പ്രസിദ്ധമായുള്ള കേസാണ്. 1960 ബറുബാരി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല. ബറുബാരി കേസിലാണ് പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല. അതുകൊണ്ട് ആമുഖം തിരുത്താനായിട്ട് കഴിയത്തില്ല. ഭരണഘടനയുടെ ഭാഗമാണ് എങ്കിൽ ഭരണഘടനയിൽ 368 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടല്ലോ, അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിന് തിരുത്താൻ പറ്റും. ഭരണഘടന തിരുത്താനായിട്ട് പറ്റും, അല്ലെ? ഭരണഘടനാ ഭേദഗതിക്ക് പാർലമെന്റിന് അനുവാദം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. അപ്പൊ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എങ്കിൽ 368 വകുപ്പ് അനുസരിച്ച് ആമുഖം തിരുത്താനായിട്ട് പറ്റും. പക്ഷേ ബറുബാരി കേസിൽ 1960 സുപ്രീം കോടതി പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, അതായത് തിരുത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറൊരു കേസിൽ അത് സുപ്രീം കോടതി തിരുത്തിക്കൊണ്ട് പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. അപ്പോൾ
മുമ്പ് സുപ്രീം കോടതി പറഞ്ഞ കാര്യം സുപ്രീം കോടതി തന്നെ തള്ളിക്കളയാണ് അല്ലെങ്കിൽ തിരുത്തുകയാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, അല്ലെ? അപ്പോൾ അതായത് ആമുഖം ഭരണഘടനാ ഭേദഗതിക്ക് വിധേയമാണ്, ആമുഖവും തിരുത്താനായിട്ട് പറ്റും. അത് ഏത് കേസിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി കേസിലാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഏത് കേസിലാണ് എന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി കേസ് ഏത് കൊല്ലമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കണം. 1973. കേശവാനന്ദ ഭാരതി കേസ് എന്നാണ് 1973. അപ്പോൾ ഈ പറഞ്ഞ വിധിന്യായം പ്രകാരം ആമുഖം ഭരണഘടനാ ഭേദഗതിക്ക് വിധേയമാണ്. അതായത് 368 വകുപ്പ് ആർക്കും ആപ്ലിക്കബിൾ ആണ്, ആമുഖത്തിനും ആപ്ലിക്കബിൾ ആണ്. അതായത് പാർലമെന്റിന് തിരുത്താനായിട്ട് പറ്റും. പാർലമെന്റിന് എല്ലാം തിരുത്താം, ഭരണഘടനയിൽ ഏത് ഭാഗം വേണോ തിരുത്താം, മൗലികാവകാശം ഉൾപ്പെടെ ആമുഖം ഉൾപ്പെടെ എന്തും പാർലമെന്റിന് തിരുത്താനായിട്ട് പറ്റും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ഭരണഘടന നിങ്ങൾ പഠിക്കാൻ പോവാണ്, അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കണം. ആമുഖം മൗലികാവകാശം ഉൾപ്പെടെ എന്തും എന്ത് ചെയ്യാൻ പറ്റും, പാർലമെന്റിന് തിരുത്താനായിട്ട് പറ്റും. പക്ഷേ ഒരു കാര്യം അവിടെ ഓർത്തു വയ്ക്കണം, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് കഴിയില്ല. ഈ പറഞ്ഞ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്. അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം, അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പാർലമെന്റിന് തിരുത്തൽ വരുത്താനായിട്ട് കഴിയത്തില്ല എന്നുകൂടി കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. അതിന് നമ്മൾ പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്നാണ്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ, അടിസ്ഥാന ഘടന എന്താണ് സിദ്ധാന്തം, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. അപ്പോൾ ഏത് കേസിലാണ് സുപ്രീം കോടതി ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്നുള്ള ഈ പറഞ്ഞ വാദം മുമ്പോട്ട് വച്ചത് എന്ന് ചോദിച്ചാൽ അത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്ന ഒരു തത്വം ആര് മുമ്പോട്ട് വയ്ക്കുന്നത്? സുപ്രീം കോടതി മുമ്പോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കേശവാനന്ദ ഭാരതി കേസിന് വലിയ ഈ പറഞ്ഞ പ്രാധാന്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ആമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, ആമുഖം അമെൻഡബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് സാധിക്കുകയില്ല. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്ന തത്വം സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. പ്രസ്താവന രീതിയിലായിരിക്കും ഈ ചോദ്യങ്ങൾ വരുന്നത്. ഈ ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 1976 ആ ഭേദഗതി നിങ്ങൾക്കറിയാം, 42ാം ഭേദഗതി അല്ലെ. 42ാം ഭേദഗതിയുടെ പ്രാധാന്യമൊക്കെ നിങ്ങൾ ഭരണഘടന പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വലിയ തിരുത്ത് എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിലൊരു കാര്യം ഈ പറഞ്ഞ ഇതാണ്, ഭരണഘടനയുടെ ആമുഖവും തിരുത്തിയിട്ടുണ്ട്. ആമുഖം തിരുത്തിയ ഭേദഗതിയാണ് ഏത്? 42ാം ഭേദഗതി. അപ്പോൾ ആമുഖം ഒരിക്കൽ മാത്രമേ തിരുത്തിയിട്ടുള്ളൂ, ഭേദഗതി ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രസ്താവനയാണ്. അത് എന്ന് ചോദിച്ചാൽ 1976 അത് ഏതാണ് ആ ഭേദഗതി എന്ന് ചോദിച്ചാൽ 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയത്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്റ്റാറ്റസ് പറയുന്നത് സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നു. ആ സ്റ്റാറ്റസ് ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് 950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ സ്റ്റാറ്റസ് ആമുഖത്തിൽ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നു. പക്ഷേ 976 42ാം ഭേദഗതിക്ക് ശേഷം ആ സ്റ്റാറ്റസിൽ ഒരു മാറ്റം വന്നു. എങ്ങനെയാണ്? സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായി. അതായത് 2 വാക്കുകൾ അതിനോട് കൂട്ടിച്ചേർത്തു. ഏതാണ്? ഇന്ത്യയുടെ സ്റ്റാറ്റസ് പറയുന്ന സ്ഥലത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വഭാവം പറയുന്ന സ്ഥലത്ത് 2 കാര്യങ്ങൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്തു. എന്താണ് ആ 2 പുതിയ കാര്യങ്ങൾ? ഒന്ന് സോഷ്യലിസ്റ്റ്, വേറൊന്ന് സെക്കുലർ. അപ്പോൾ നേരത്തെ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഏതിനു മുമ്പ്? 42ാം ഭേദഗതിക്ക് മുമ്പ്, 1976 മുമ്പ്.
പക്ഷേ 76-ന് ശേഷം ആമുഖത്തിൽ ഇന്ത്യയുടെ സ്റ്റാറ്റസ് അഥവാ സ്വഭാവമായിട്ട് പറഞ്ഞിരിക്കുന്നത് സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. അപ്പോൾ ആ രണ്ട് വാക്കുകൾ ഈ സ്റ്റാറ്റസിനോടൊപ്പം കൂട്ടിച്ചേർത്തത് ഈ പറഞ്ഞ 974 42-ാം ഭേദഗതി പ്രകാരമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമുഖത്തിൽ വേറൊരു സ്ഥലമുണ്ട്. വേറൊരു സ്ഥലത്ത് യൂണിറ്റി ഓഫ് നേഷൻ എന്ന് പറയുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഐക്യം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ രാജ്യത്തിൻ്റെ ഐക്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ എന്ന് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റഗ്രിറ്റി എന്നൊരു വാക്ക് കൂടി ചേർത്തു. അപ്പോൾ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മൊത്തത്തിൽ എത്ര വാക്കുകൾ കൂടി ചേർത്തിട്ടുണ്ട്? സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻറ്റഗ്രിറ്റി എന്നിങ്ങനെ 3 വാക്കുകൾ കൂടി ആമുഖത്തോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ സ്റ്റാറ്റസ് പറയുന്നിടത്ത് സോഷ്യലിസ്റ്റ്, സെക്കുലറും വേറൊരു ഭാഗത്താണ് ഇൻറ്റഗ്രിറ്റി എന്നുള്ള വാക്കും കൂട്ടിച്ചേർത്തത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആമുഖം നീതിനിഷ്ഠമല്ല. ആമുഖം നീതിനിഷ്ഠമല്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ പ്രസ്താവന ശരിയോ തെറ്റോ? അത് ശരിയായ പ്രസ്താവനയാണ്. ആമുഖം നീതിനിഷ്ഠമല്ല. ഇപ്പം നിങ്ങൾ മൗലിക അവകാശങ്ങളുടെ കാര്യം പഠിക്കുന്ന സ്ഥലത്ത് പഠിക്കും. മൗലിക അവകാശം നീതിനിഷ്ഠമാണ്, അതായത് ജസ്റ്റിസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ കോടതി വഴി പുനഃസ്ഥാപിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. മൗലിക അവകാശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറയും മൗലിക അവകാശങ്ങൾ ജസ്റ്റിസിബിൾ ആണ് എന്ന് പറയും, നീതിനിഷ്ഠമാണ് എന്ന് പറയും. പക്ഷേ ആമുഖം അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ആമുഖം എന്തല്ല? ആമുഖം ജസ്റ്റിസിബിൾ അല്ല. ആമുഖം എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ആണ്. ആമുഖം എന്താണ്? നോൺ ജസ്റ്റിസിബിൾ ആണ്. ആമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വപ്നമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന. ആ ഭരണഘടനയിലൂടെ രാജ്യം ലക്ഷ്യം വയ്ക്കുന്ന, ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ഒരു ഡ്രീമാണ് ഉള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലഭ്യമാകുന്നില്ല എങ്കിൽ കൂടിയും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനെ തള്ളിപ്പറയാനോ തള്ളിക്കളയാനോ ചോദ്യം ചെയ്യാനോ കഴിയത്തില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആമുഖം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ജസ്റ്റിസിബിൾ അല്ല. ആമുഖം എന്താണ്? നീതിനിഷ്ഠമല്ല. അത് മനസ്സിലാക്കി വെക്കണം. അതൊരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമായിരിക്കും. മൗലിക അവകാശങ്ങൾ ജസ്റ്റിസിബിൾ ആണ്. അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പ്രസ്താവന രീതിയിലോ ചോദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്രയും മാത്രം പഠിച്ചുകൊണ്ട് ഒരു പരീക്ഷയെ സമീപിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു സമീപനമാവത്തില്ല. നമ്മുടെ ആമുഖത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടാൻ ആമുഖം എന്താണ് എന്ന് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ആമുഖം ഒന്ന് വായിക്കാം. അവിടെ തുടങ്ങുന്നത് എങ്ങനെയെന്ന് നോക്ക്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുകയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇതുപോലെയാണ് അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖവും ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് അമേരിക്ക. അവിടെ അമേരിക്ക എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ എന്ത് വെച്ചു? ഇന്ത്യ എന്ന് വെച്ചു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലെ? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ബൈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെ ചോയ്സ് തന്നിരിക്കും. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു? ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവമാണ് പറയുന്നത്. എങ്ങനെയാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്, അല്ലെ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വഭാവം പറയുന്നു. സോവറൈൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്കുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്, അല്ലെ? ഇത് എപ്പോഴുള്ള സ്റ്റാറ്റസ് ആണ്? 976-ന് ശേഷം വന്ന സ്റ്റാറ്റസ് ആണ്. അതിനു മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു? സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉള്ളൂ. ആ രണ്ട് വാക്ക് സോഷ്യലിസ്റ്റ്, സെക്കുലർ 42-ാം ഭേദഗതി വഴി പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ 42-ാം ഭേദഗതിക്ക് മുമ്പുള്ള ഇന്ത്യയുടെ സ്വഭാവം, 42-ാം ഭേദഗതിക്ക് ശേഷമുള്ള അതിൻ്റെ സ്റ്റാറ്റസിലെ ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതൊരു ചോദ്യമാണ്.
അപ്പോൾ നോക്ക്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യക്കാരായ നാം ഈ രാജ്യത്തെ എങ്ങനെ വിഭാവന ചെയ്യുന്നു? സോവറൈൻ സോഷ്യൽ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് വിഭാവന ചെയ്യുന്നു എന്നാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ഭരണഘടന എഴുതുന്നത് ആരാണ്? ഭരണഘടനയുടെ സ്രോതസ് ആരാണ് എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരാണ്? ജനങ്ങളാണ്. ഈ ഭരണഘടന എഴുതുന്ന ആരാണ്? ജനങ്ങൾ, അല്ലെ? നമ്മൾക്ക് വേണ്ടി എഴുതി നമ്മൾക്ക് തന്നെ സമർപ്പിക്കുന്ന ഭരണഘടന. നമ്മൾക്ക് വേണ്ടി എഴുതി നമുക്ക് തന്നെ എന്താണ് ഈ പറഞ്ഞ് സമർപ്പിക്കുന്ന ഭരണഘടന. അതിനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലെ? വേറെ ആരെങ്കിലും എഴുതി നമ്മുടെ തലക്കടിച്ചു വെച്ചതല്ല. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ തന്നെ കൂടിയിരുന്ന് ആലോചിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാണ്. അപ്പോൾ അതിനെ ബഹുമാനിക്കേണ്ടതും അനുസരിക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ വേറൊരു കൺസെപ്റ്റ് എന്താണ്? ഈ ഭരണഘടനയുടെ സ്രോതസ് ആരാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഭരണഘടനയ്ക്ക് ഒരു ശക്തി ഉണ്ടല്ലോ. ഈ ഭരണഘടനയുടെ ശക്തി ആരാണ്? ഇന്ത്യക്കാരായ നാം, ഇന്ത്യയിലെ ജനങ്ങളാണ് ഈ ഭരണഘടനയ്ക്ക് ശക്തി കൊടുക്കുന്നത്. ഈ ഭരണഘടന പലതിനും ശക്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ രാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, മറ്റ് ഈ പറഞ്ഞ അധികാര സ്ഥാപനങ്ങളുണ്ട്, സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, പാർലമെന്റ് ഉണ്ട്. ഇതുപോലുള്ള ഈ പറഞ്ഞ അധികാര സ്ഥാപനങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്, അല്ലെ? ഭരണഘടനാപരമായിട്ടുള്ള പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. അവർക്ക് ചില അധികാരങ്ങളുണ്ട്, അവർക്കും ചില പവറുണ്ട്, അധികാരങ്ങളുണ്ട്. ഈ പവർ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? ഈ പവർ കിട്ടുന്നത് നമ്മുടെ ഈ പറഞ്ഞ അടിസ്ഥാന നിയമത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമം, ഈ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമപുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. രാജ്യത്തിന് എന്തെല്ലാം നിയമങ്ങൾ വന്നോട്ടെ, ഈ പറഞ്ഞ രാജ്യത്ത് എന്തെല്ലാം നിയമങ്ങൾ വന്നോട്ടെ, ആ നിയമങ്ങളെല്ലാം ഈ പറഞ്ഞ പുസ്തകത്തിന് താഴെ നിൽക്കാവൂ. ഈ പുസ്തകത്തിന് അനുസരിച്ച് കൊണ്ടുള്ളതായിരിക്കണം. ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ഒന്നും വയലേറ്റ് ചെയ്യുന്ന, സൂപ്പർസീഡ് ചെയ്യുന്ന ഒരു നിയമവും ഇനി വരുന്ന ഒരു പുസ്തകങ്ങളിലും ഉണ്ടാകാൻ പാടില്ല. ഈ ഭരണഘടനയെ അനുസരിച്ച് കൊണ്ടുള്ളതായിരിക്കണം. അപ്പോൾ ഈ രാജ്യത്തെ എല്ലാ അധികാര സ്ഥാപനങ്ങളുടെയും അധികാരം എന്ന് പറയുന്നത് എവിടെ നിന്ന് പ്രവഹിക്കുന്നതാണ്? ഭരണഘടനയിൽ നിന്ന് പ്രവഹിക്കുന്നതാണ്, അല്ലെ? നമ്മളെ ഭരിക്കുന്നവരുടെ, നമ്മുടെ അതോറിറ്റികളായിട്ടുള്ള എല്ലാവരുടെയും ഈ പറഞ്ഞ അധികാരം പ്രവഹിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ്. ആ ഭരണഘടനയ്ക്ക് ആ ശക്തി കൊടുത്തത് ആരാണ്? ഇന്ത്യക്കാരായ നാം, നമ്മൾ എഴുതിയതാണ്, അല്ലെ? അപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറൈൻ സോഷ്യൽ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അത്രയും പറയുന്നതിലൂടെ അങ്ങനെ ഒരുപാട് ആശയങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ കുറച്ച് വാക്കുകൾക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒരു പരിധിയിൽ കൂടുതൽ എനിക്കും വിശദീകരിക്കാനായിട്ട് പറ്റത്തില്ല, അതിന് സമയം തികയത്തുമില്ല. നമുക്ക് ഉദാഹരണം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പം നിങ്ങൾ അത് ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ, കേട്ടോ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് വേറൊരു കാര്യം പറയുന്നു, ആൻഡ് ടു സെക്യൂർ ടു ആൾ ഇറ്റ്സ് സിറ്റിസൺ. ഇങ്ങനെ വിഭാവനം ചെയ്യുകയും ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. എന്തുറപ്പ് നൽകുന്നു? നൽകുന്ന ഉറപ്പുകൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജസ്റ്റിസ്, നീതി ഉറപ്പ് നൽകുന്നു. ലിബർട്ടി എന്താണ്? സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു. വേറെ ഈക്വാലിറ്റി, സമത്വം ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫ്രട്ടേണിറ്റി, അത് പ്രോത്സാഹിപ്പിക്കുന്നു, സഹോദര്യം. അപ്പോൾ നമ്മുടെ ഭരണഘടന പറയുന്ന കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നത് എന്ത്, അല്ലെങ്കിൽ ഭരണഘടനയുടെ ലക്ഷ്യമായിട്ട് ആമുഖത്തിൽ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ആമുഖത്തിൽ പറയുന്ന ഭരണഘടനയുടെ ലക്ഷ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടതാണ്. ഏതാണ്? ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ആ ജസ്റ്റിസ് 3 തരം ഉണ്ട്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കണ്ടന്റ് ആണുള്ളത്. എന്താണ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ? സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, അല്ലെ? സാമൂഹിക നീതി. പുറന്ന് എക്കണോമിക് ജസ്റ്റിസ്, സാമ്പത്തിക നീതി. അധികാരം അല്ലെങ്കിൽ സമ്പത്ത് ആരിലെങ്കിലും ഒരാളിലായിട്ട് അല്ലെങ്കിൽ കുറച്ച് പേരിലായിട്ട് എന്താണ് ഈ പറഞ്ഞ കുന്നുകൂടുന്ന ഒരു രീതിയെ ഈ രാജ്യം പ്രോത്സാഹിപ്പിക്കത്തില്ല. നമ്മുടെ രാജ്യത്തുള്ള സ്രോതസ്സുകൾ, ആ പറഞ്ഞ വിഭവങ്ങൾ, ആ വിഭവങ്ങളുടെ വിതരണം പരമാവധി എല്ലാവർക്കും തുല്യമായിട്ട്
കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ രാജ്യം ശ്രമിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള നീതിയെക്കുറിച്ച് പറയുന്നു, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള നീതിയെക്കുറിച്ച് പറയുന്നു, രാഷ്ട്രീയമായിട്ടുള്ള നീതിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ ഭരണഘടന എത്ര തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് പറയുന്നത്? അത് ജസ്റ്റിസ് ഉണ്ട്, ലിബർട്ടി ഉണ്ട്, ഈക്വാലിറ്റി ഉണ്ട്, ഫ്രട്ടേണിറ്റി ഉണ്ട്. അതിൽ ആദ്യം പറഞ്ഞത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എത്ര തരത്തിലുള്ള ജസ്റ്റിസ് ആണ് അതിൽ പറയുന്നത്? 3 തരത്തിലുള്ള ജസ്റ്റിസ് ആണ്. ഏതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്? സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക്കൽ ജസ്റ്റിസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അല്ലെ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര തരത്തിലുള്ള ജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ 3 തരത്തിലുള്ള ജസ്റ്റിസ് ആണ്. ഏതൊക്കെയാണ് അത് എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതാനായിട്ട് പറ്റണം. അപ്പൊ ജസ്റ്റിസ് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തത് ലിബർട്ടി. അതിലോട്ട് വരുന്നതിന് മുമ്പ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ലക്ഷ്യം അല്ലെങ്കിൽ ഈ ആശയം എവിടെ നിന്ന് കടം കൊണ്ടതാണ്? നമ്മുടെ ഭരണഘടനയിൽ ആമുഖത്തിൽ പറയുന്ന ജസ്റ്റിസ്, അതിൻ്റെ ആശയത്തിന് കടപ്പാട് എവിടെ നിന്നാണ്, ഏത് രാജ്യത്തോടാണ് എന്ന് ചോദിച്ചാൽ USSRനോടാണ്, അതായത് റഷ്യയോടാണ് എന്നുള്ളതാണ് ഉത്തരം, അല്ലെ? സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ദർശനമാണ്. അത് ഈ പറഞ്ഞ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയത്തിലൂടെ ദ്യോതിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മുന്നോട്ട് വയ്ക്കുന്നത്, പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഏത് വിപ്ലവത്തിലെ ആശയങ്ങളാണ് എന്ന് ചോദിച്ചാൽ അത് റഷ്യൻ വിപ്ലവത്തിലെ ആശയങ്ങളാണ്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല. പക്ഷേ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പരോക്ഷമായിട്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ജസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗത്ത് കാണാനായിട്ട് പറ്റും. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ 3 വാക്കുകൾ അത് ഈ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവം പരോക്ഷമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ മറ്റൊരു വിപ്ലവവും പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നു. അതിലെ ആശയങ്ങളും പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നു. ഏത് വിപ്ലവം എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരോക്ഷമായിട്ട് 2 വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 2 വിപ്ലവം എന്ന് ചോദിച്ചാൽ റഷ്യൻ വിപ്ലവവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് വിപ്ലവവും, അല്ലെ? അപ്പം ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് ലിബർട്ടി. എന്താണ് ലിബർട്ടി എന്ന് നിങ്ങൾക്ക് അറിയാം. ലിബർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവിടെ ലിബർട്ടി എന്ന് പറയുമ്പോൾ ലിബർട്ടി ഓഫ് തോട്ട്, അല്ലെ? സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ചിന്തകൾക്കുള്ള, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം. വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരുന്നാൽ മതി. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെ? സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ഇഷ്ടമുള്ളതുപോലെ നടക്കാം എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അതിനകത്തൊക്കെ ഒരു നിയന്ത്രണമുണ്ട്. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാം. അത് കവിതയാവട്ടെ, അത് കഥയാവട്ടെ, അത് നോവലാവട്ടെ, അതൊരു ചിത്രമാവട്ടെ, അതിലൂടെയൊക്കെ, അല്ലെങ്കിൽ റീലുകളാവട്ടെ, അല്ലെ, അല്ലെങ്കിൽ യൂട്യൂബ് ആവട്ടെ, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ആശയങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? മത സ്വാതന്ത്ര്യം, അല്ലെ? ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം, അല്ലെ? ഈ പറഞ്ഞ നമുക്ക് എക്സ്പ്രഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ഈ പറഞ്ഞ മത ആചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള രീതി, ഈ പറഞ്ഞുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്. അപ്പോൾ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, അതാണ് ഈ പറഞ്ഞ ലിബർട്ടിയിലൂടെ ഉദ്ദേശിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമത്വം. ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ സമത്വം. പക്ഷേ ഇവിടെ പറയുന്ന ഈക്വാലിറ്റി വളരെ ക്ലിയർ ആയിട്ട് 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പറയുന്നത് ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം, അല്ലെ? നിയമത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും തുല്യരാണ്. നമ്മൾ പാവപ്പെട്ടവനാണോ, പണക്കാരനാണോ, വിദ്യാഭ്യാസമുള്ളവനാണോ, വിദ്യാഭ്യാസം കൂടിയവനാണോ, ഏത് കുലത്തിൽ ജനിച്ചു, ഉയർന്ന കുലത്തിലാണോ അല്ലയോ എന്നൊന്നും നോക്കിയിട്ടല്ല ഇവിടെ ഈ പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, തരംതിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ എന്താണ്? സ്ഥിതി സമത്വമാണ്, ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിലും
തുല്യത, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഈ പറഞ്ഞതാണ് അവസരങ്ങളിലും സമത്വം. അതിൻ്റെ ഭാഗമായിട്ടാണ് സംവരണം പോലുള്ള കാര്യങ്ങളൊക്കെ. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പിന്നാക്കാവസ്ഥയിലോട്ട് പോയ ഒരു സമൂഹത്തെ കൈപിടിച്ച് ഈ പറഞ്ഞ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട്, അതൊക്കെ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥിതി സമത്വം, പിന്നെ അത് കഴിഞ്ഞിട്ട് അവസര സമത്വം. അപ്പോൾ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഈ പറഞ്ഞ സംഗതികളുണ്ട്. എന്താണ് ഈ പറഞ്ഞ ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. എന്നിട്ട് പറയുന്നത് ഫ്രട്ടേണിറ്റിയെ കുറിച്ചാണ്. ഫ്രട്ടേണിറ്റി അഥവാ സാഹോദര്യം, എല്ലാ ആൾക്കാരുടെ ഇടയിലും സാഹോദര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, സാഹോദര്യം നിറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എല്ലാവരിലും ഈ പറഞ്ഞ സാഹോദര്യം എത്തിക്കുന്നതിന് ശ്രമിക്കുന്നു. ഒരു വ്യക്തിയുടെ അന്തസ്സിന് ദോഷം വരാതെ, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും കുറവ് വരാതെ, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിച്ചുകൊണ്ട്, വ്യക്തിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരിലും ഈ പറഞ്ഞ സാഹോദര്യം എത്തിക്കാനുള്ള ഒരു ശ്രമവും ഈ പറഞ്ഞ അതും ഈ പറഞ്ഞ ഉറപ്പ് നൽകുന്നു. ഏത്? നമ്മുടെ ഈ പറഞ്ഞ ഭരണഘടന. ആൻഡ് ടു പ്രൊമോട്ട് അമംഗ് ദം ആൾ, എല്ലാവരിലും ഫ്രട്ടേണിറ്റി, സാഹോദര്യം ഉറപ്പ് നൽകുന്നു. അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, വ്യക്തിയുടെ ഈ പറഞ്ഞ അന്തസ് ഉറപ്പാക്കിക്കൊണ്ട്. ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നാഷൻ, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയ്ക്കും ഈ പറഞ്ഞ ഉറപ്പ് വരുത്തിക്കൊണ്ട് സാഹോദര്യം ഈ പറഞ്ഞ ഉറപ്പ് നൽകുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇവിടെ നോക്ക്, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നാഷൻ, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നാഷൻ. പണ്ട് യൂണിറ്റി ഓഫ് ദി നാഷൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ഈ പറഞ്ഞ പുതിയ വാക്ക് ഇൻറ്റഗ്രിറ്റി കൊണ്ടുവച്ചത്. അങ്ങനെയാണ് ആ മൂന്ന് വാക്കുകളാവുന്നത്. നേരത്തെ പറഞ്ഞു സോഷ്യലിസ്റ്റ്, സെക്കുലർ എവിടെ വച്ചു എന്ന് നിങ്ങൾക്ക് അറിയാം. ഇതാ ഇപ്പോൾ വേറൊരു വാക്ക് ഇത് പിന്നീട് വെച്ചതാണ്, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നാഷൻ. ശരി, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് നമുക്ക് അവസാനത്തെ പാരഗ്രാഫ്, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ദിസ് 26th day of November 1949, ഈ ദിവസം 1949 നവംബർ 26 ഡു ഹിയർ ബൈ അഡോപ്റ്റ് എനാക്ട് ആൻഡ് ഗീവ് ഇറ്റ് ടു അവർസെൽവ്സ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. എന്നിട്ട് അവസാനം പറഞ്ഞു വെക്കുന്ന എന്താണ്? ഈ ഭരണഘടനാ നിർമ്മാണ സമിതി 1949 നവംബർ 26 ഇന്നേ ദിവസം ഈ ഭരണഘടന എന്ത് ചെയ്യുന്നു? ഇതിനാൽ ഈ പറഞ്ഞ പൂർത്തിയാക്കിക്കൊണ്ട്, അഡോപ്റ്റ് ചെയ്തുകൊണ്ട്, എനാക്ട് ചെയ്തുകൊണ്ട്, ഇത് അംഗീകരിച്ചുകൊണ്ട്, ഇത് നിയമമാക്കിക്കൊണ്ട് ഈ പറഞ്ഞ ഈ ഭരണഘടന ആർക്ക് തന്നെ സമർപ്പിക്കുന്നു? നമ്മൾക്കായി സമർപ്പിക്കുന്നു. എനാക്ട് ആൻഡ് ഗീവ് ഇറ്റ് ടു അവർസെൽവ്സ്, ഇത് ആർക്കായി നൽകുന്നു? നമുക്കായി തന്നെ നൽകുന്നു. അപ്പോൾ ആരെഴുതി? നമ്മൾ എഴുതി. ആർക്ക് വേണ്ടി എഴുതി? നമുക്ക് വേണ്ടി എഴുതി. അത് ഈ പറഞ്ഞ എന്നാണ് അത് അഡോപ്റ്റ് ചെയ്തത്, എനാക്ട് ചെയ്തത്? ആ ഡേറ്റ് പറയുന്നുണ്ടോ? ഉണ്ട്. എന്നാണ് ആ ഡേറ്റ്? 1949 നവംബർ 26. കണ്ടോ, വാക്ക് കണ്ടോ? അഡോപ്റ്റ്, എനാക്ട്. ഇതേ വാക്കുകൾ ചോദ്യപേപ്പറിൽ കാണും. അപ്പോൾ അത് ഈ പറഞ്ഞ 950 ജനുവരി 26 എഴുതി തെറ്റിക്കരുത്. അഡോപ്റ്റ്, എനാക്ട് എന്നാണ് 1949 നവംബർ 26. അപ്പോൾ ആമുഖത്തിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നു? ഈ ഭരണഘടന ആരെഴുതി? ഈ ഭരണഘടന ആരെഴുതി? ഈ ഭരണഘടന ആർക്ക് വേണ്ടി എഴുതി? ഈ ഭരണഘടന എന്ന് അഡോപ്റ്റ് ചെയ്തു? ഈ രാജ്യത്തിൻ്റെ സ്വഭാവം എന്താണ്? സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അല്ലെ. രാജ്യത്തിൻ്റെ സ്വഭാവം എന്താണ്? ഈ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം ഈ പറഞ്ഞ ആമുഖത്തിനകത്ത് പറയുന്നുണ്ട്. അഡോപ്റ്റ് ചെയ്ത വർഷവും ദിവസവും ഈ പറഞ്ഞ ഇതിനകത്ത് പറയുന്നുണ്ട്, ആമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും നിങ്ങൾ കേട്ടതാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായിട്ട് പറ്റും. എങ്ങനെ ചോദിച്ചാലും ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൂടി അവിടെ മനസ്സിലാക്കി വെക്കണം. ആമുഖത്തിൻ്റെ കവർ പേജ്, കവർ പേജ് അല്ലെ. നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത ചിത്രകാരനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആരാണ്? നന്ദലാൽ ബോസ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത ചിത്രകാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് നന്ദലാൽ ബോസ് ആണ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന നന്ദലാൽ ബോസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം പ്രിയാമ്പിൾ പേജ് അഥവാ ആമുഖത്തിൻ്റെ പേജ് അത് ഡിസൈൻ ചെയ്ത ചിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? റാം മനോഹർ സിൻഹ അല്ലേ. അപ്പോൾ പ്രിയാമ്പിൾ പേജ് ഡിസൈൻ ചെയ്ത ചിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? റാം മനോഹർ സിൻഹ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, പെട്ടെന്ന് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ്, ആമുഖത്തിൻ്റെ പേജ് ഡിസൈൻ ചെയ്തത് റാം മനോഹർ സിൻഹ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ
പഠിക്കാനായിട്ട് ശ്രമിച്ചത് ആമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമുഖത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഈ പറഞ്ഞ വിവരങ്ങൾ ധാരാളമായിരിക്കും. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് കൂടി തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ മാത്രമേ യൂട്യൂബിന് മനസ്സിലാകത്തുള്ളൂ ഇതൊരു ഗുണമുള്ള വീഡിയോ ആണ്, നാട്ടുകാർക്ക് 4 പേരെ കൊടുക്കാം എന്ന് യൂട്യൂബിന് തോന്നണമെങ്കിൽ നിങ്ങളത് എക്സ്പ്രസ് ചെയ്താലേ പറ്റൂ. അല്ലാതെ വിധേയത്തോടു കൂടി അല്ലെങ്കിൽ നന്ദിയോടുകൂടി നിങ്ങളിത് കണ്ടിട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഈ സ്ഥാപനത്തിനുമില്ല, എനിക്കുമില്ല. അപ്പോൾ ആ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.